പലപ്പോഴും ഒരു സ്പോർട്സ് പ്ലെയറിൻ്റെ സർജറി നിർവഹിച്ച ശേഷം അദ്ദേഹത്തിന് എപ്പോഴും ഒരു സ്ട്രിക്റ്റ് റീഹാബിലിറ്റേഷൻ വേണമെന്ന് നമ്മളെപ്പോഴും നിഷ്കർഷിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സർജറി ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് ജോബ് ഡൺ മാത്രമാണ്. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി, ആ ഫിസിയോതെറാപ്പി തന്നെ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ആദ്യം ആ ലിഗമെൻറ്റിനെ നമ്മൾ ഒരു റീകൺസ്ട്രക്ട് ചെയ്ത ലിഗമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി. സെക്കൻഡ് ഘട്ടത്തിലെത്തുമ്പോൾ ഫുള്ളായിട്ടുള്ള മൂവ്മെൻറ്റ് ആ അത്ലറ്റിന് വന്നിട്ടുണ്ടാവും, എന്നാൽ മസിൽ സ്ട്രെങ്ത്ത് പൂർണ്ണമായിട്ടും കാണില്ല. തേർഡ് സെഷനിൽ വരുന്നത് കൂടുതലായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ മസിൽ ഫങ്ഷൻ ആൻഡ് സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഏത് സ്പോർട്സാണ് അദ്ദേഹം പ്ലേ ചെയ്യാൻ പോകുന്നത്, ആ സ്പോർട്സിലേക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ ആ ജോയിൻ്റ് വെച്ചുകൊണ്ട് ആ സ്പോർട്സിന് എന്തൊക്കെ ചെയ്യണം, അത് മുഴുവൻ നമ്മൾ മിമിക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫിസിയോ സെഷൻ കൂടി ഉണ്ടാവും. ഈ 3 ഫേസ് കടന്നിട്ടാണ് അവർ സ്പോർട്സിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റീഹാബിലിറ്റേഷന് സർജറിയുടെ അത്ര തന്നെയോ ഒരു അല്പം കൂടുതലോ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല.